ആദ്യത്തിലെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരമുള്ളത്. ആദ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരമുള്ളത്. അതിനാണ് ലഫീഫ് മഫ്റൂഖ് എന്ന് പറയാം. എന്താണ് ലഫീഫ് മഫ്റൂഖ്? ഉണ്ടല്ലോ ലഫീഫ് മഫ്റൂഖ്. അതിന് ഉദാഹരണം നോക്കിയേ. വഅ അൽ മുജിദ്ദു ദർസഹു. വഅ വഅ എന്ന് പറഞ്ഞാൽ പഠിച്ചു. വഅ എന്ന് പറഞ്ഞാൽ പഠിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നൊക്കെയാണ് അർത്ഥം. വഅ വഅ എന്ന് എഴുതുമ്പോൾ വാവ് അലിഫ് യാ അലിഫ് വഅ വഅ. അതേപോലെ തന്നെ അൽ മുജിദ്ദു വഅ അൽ മുജിദ്ദു ദർസഹു. പരിശ്രമശാലി. മുജിദ്ദ് എന്താ? പരിശ്രമശാലി തന്റെ പാഠം പഠിച്ചു എന്നാണ്. പരിശ്രമശാലി തന്റെ പാഠം പഠിച്ചു. അദർസഹു അദ്ദേഹത്തിന്റെ പാഠം പഠിച്ചു. വഅ വഫ അസ്സദീഖു. വഫ എന്ന് പറഞ്ഞാൽ എന്താ? പൂർത്തീകരിച്ചു നടത്തം. വഫ അസ്സദീഖു സത്യസന്ധൻ അല്ലെങ്കിൽ സുഹൃത്ത് എന്താക്കി? വഫ കരാറ് പാലിച്ചു, കരാറ് പൂർത്തീകരിക്കുന്നതിനാണ് വഫ എന്ന് പറയാം. വഫ 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 കരാർ പൂർത്തീകരിക്കുന്നതിനാണ് വഫ. വഫ എന്ന് പറയില്ലേ കരാർ പൂർത്തീകരണം. അത് എന്താണോ സംഗതി, എന്ത് പേരിട്ടാണോ? അപ്പൊ അങ്ങനെ ഇരിക്കാൻ ചിലപ്പോ അങ്ങനെ ഒരുപാട് കുടുംബ പേരുകളുണ്ടല്ലോ. അൽത്താനി അൽത്താനി എന്ന് പറഞ്ഞ പോലെ അൽത്താനി എന്താ? നമ്മളെ അൽത്താനി 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 പറയണത് ആലത്താനിയാണ്. ആലത്താനി എന്താ? രണ്ടാമെന്നാണ്. നമ്മളെ അൽത്താനി എന്ന് പറയും. ഈജിപ്തിൽ നിന്ന് പോകുന്നതാണ്. തലാത്ത എന്ന് പറഞ്ഞ അവിടുന്ന് പോകുന്നതാണ്. അയക്കും അള്ളാഹുലം. എവിടുന്ന് വന്നാലും ശരി ഇവിടെ നോക്കോളി. സുഹൃത്ത് കരാറ് പാലിച്ചു പൂർത്തീകരിച്ചതാണ് വഫ വഫ. വഖ അൽ ഖിലാഫു അൽ കിതാബ. വഖ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിച്ചു. വഖ 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 വഫ വഅ. വഖ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിച്ചു. വഖ അൽ ഖിലാഫ്. ഖിലാഫ് എന്താ? ഖിലാഫ് ചട്ട. ഖിലാഫ് എന്ന് പറഞ്ഞാൽ ചട്ട. ചട്ട ചട്ടക്കാണ് പുസ്തകത്തിന്റെ. അതിനെ ആ വഖയെ ആ അംറിന്റെ ഫീലാണിത്. അതിനെ കല്ലഫ എന്നാ പറയുന്നത്. കല്ലഫ എന്ന് പറഞ്ഞാൽ ലാമിനേഷൻ ചെയ്തു. തഗ്ലീഫ് എന്ന് പറഞ്ഞാൽ ലാമിനേഷൻ ചെയ്യൽ. ലാമിനേഷൻ ചെയ്യാന്ന് വെച്ചിരിക്കുന്ന കവർ ചെയ്യാന്നാണ് അർത്ഥം. ഒരു ചട്ട ഉണ്ടാക്കുക എന്നർത്ഥം. ഏതിനും ഒരു ചട്ടാറെന്ന ശരിക്കും ഫ്രെയിം ഉണ്ടാക്കുക. ഉള്ളിലുള്ള സാധനത്തെ പൊതിഞ്ഞ് പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു കവർ ചെയ്യുന്നതിനാണല്ലോ. അതിനാണല്ലോ ഈ ചട്ട. പുസ്തകത്തിനൊക്കെ ചട്ടതാണല്ലോ. കാണാൻ ചോർക്ക് മാത്രമല്ല. അതിനെയാണ് ഖിലാഫ്. അതിനെയാണ് തഗ്ലീഫ്. വഫ അൽ ഖിലാഫു അൽ കിതാബ. ചട്ട പുസ്തകത്തെ സംരക്ഷിച്ചു, കാത്തു സൂക്ഷിച്ചു. ഖിലാഫ് പുസ്തകത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. വഫ. അപ്പൊ ഇവിടെ നമ്മള് വഅ എന്ന് പറയുന്നതും വഫ എന്ന് പറയുന്നതും അതേപോലെ തന്നെ വഖ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആദ്യത്തിലെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എന്താണ്? ഇല്ലത്തിന്റെ അക്ഷരങ്ങളാണ് എന്നാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വിളിക്കാൻ കാരണം? അൽ ലഫീഫ് അൽ മഫ്റൂഖ്. അൽ ലഫീഫ് അൽ ലഫീഫ് المفروق. اللفيف المفروق. اللفيف المفروق. എന്താണ് പ്രത്യേകത? എന്താണ്? ആദ്യാക്ഷരവും അവസാനാക്ഷരവും. ആദ്യാക്ഷരവും അവസാനാക്ഷരവും. ആദ്യാക്ഷരവും അവസാനാക്ഷരവും എന്താണ്? ഇല്ലത്തിന്റെ അക്ഷരങ്ങളാണ് എന്നാണ്. അപ്പൊ അതിന് പറയുന്ന പേരാണത് അൽ ലഫീഫുൽ മഫ്റൂഖ്. എന്താണ് നിയമം? ഇദാ കാന അവ്വലുഹു വആഖിറുഹു ഹർഫൈ ഇല്ല. അങ്ങനെ പറയണം. ഹർഫൈ ഇല്ല. ഹർഫൈ ഇല്ലത്തി. ഇദാ കാന അവ്വലുഹു വആഖിറുഹു ഹർഫൈ ഇല്ല. ആദ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ രണ്ടക്ഷരങ്ങളായിരുന്നാൽ എന്നാണ് ഹർഫൈ ഇല്ല എന്ന് പറയാൻ കാരണം. ഹർഫൈ ഇല്ല എന്താ? രണ്ട് അക്ഷരങ്ങൾ. അതാണ് ഹർഫൈ ഇല്ല. ശരിക്ക്
ഇദാഫത്ത് കാരണത്താൽ നൂന് പോയതാണ്. ഹർഫൈനി ഹറഫാനി ഹർഫൈനിയാണ്. ആ നൂന് ഇല്ലത്തിന്റെ കാരണത്താൽ പോയതാണ്. ആകട്ടെ, അപ്പൊ എന്ത് പറയാം, ആദ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരങ്ങളായിരുന്നാൽ അതിന് പറയുന്ന പേരാണെന്ത്? ലഫീഫ് അൽ ലഫീഫ് അൽ ലഫീഫ് അൽ മഫ്റൂഖ് അൽ ലഫീഫ് അൽ മഫ്റൂഖ്. ഇത് ഈ പേര് രണ്ടും ചെറിയൊരു വ്യത്യാസങ്ങളാണ് ആ രണ്ട് പേരിനുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഓർക്കാൻ ഞാൻ മനസ്സിലാക്കില്ല, ഓർക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ശ്രദ്ധിക്കുക. അൽ ലഫീഫ് അൽ മഫ്റൂഖ് രണ്ടും ലഫീഫാണ്, രണ്ട് ലഫീഫുകളാണ്. ചില ആളുകള് ഭാഷാ പണ്ഡിതന്മാര് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലുണ്ടല്ലോ ഭാഷയിലുണ്ടല്ലോ പണ്ഡിതന്മാര്, നമ്മളെ മതപരമായ പണ്ഡിതന്മാരെ പോലെ തന്നെ ഭാഷയിലും എന്തുണ്ട്, ഭാഷാ പണ്ഡിതന്മാരുണ്ട്. സീബവൈഹിയെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിനെ, പല ആളുകളും ഇതിനെ ഈ ഇല്ലത്തിന്റെ അക്ഷരങ്ങളെ ശരിക്കും പറയുന്നിടത്ത് 4 ആയിട്ടാണ് അവർ തിരിക്കുന്നത്. 4 ആയി തിരിക്കുന്നു. 4ാമത്തേതിനെ 2 ആയി തിരിക്കുന്നു. ലഫീഫ് എന്നാണ് അവസാനത്തെ 4ാമത്തെ വിഭാഗം. 4ാമത്തെ ലഫീഫാണ്. ലഫീഫിന് ഫീഹി നൗആനി എന്നൊക്കെ പറയുന്നത്, അതിൽ 2 ഇനമുണ്ട്. ഒന്ന് അൽ ലഫീഫുൽ മഫ്റൂഖു വസ്സാനി അൽ ലഫീഫുൽ മഖ്റൂനു എന്ന് പറയുന്ന. മഫ്റൂഖ് എന്താണെന്ന് വെച്ചാൽ ഫർക്ക് ഉള്ളതെന്ന് ഓർത്താൽ മതി. ഫർക്ക് പറഞ്ഞാൽ അപ്പുറത്തും ഒരു വ്യത്യാസം ഉള്ളതെന്ന് അർത്ഥം, അപ്പുറത്തും പുറത്തുള്ള. അതാണ് അതിനെ വേഗം മനസ്സിലാക്കാനുള്ളത്. ലഫീഫുൽ മഫ്റൂഖ് സ്ഥിരമായി പറഞ്ഞു വരുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നന്നായി നിൽക്കും. ആദ്യത്തിൽ നമുക്ക് ഓർക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു അടയാളം പറഞ്ഞേക്കാണ്. മഫ്റൂഖാണ് ഒന്ന്. മഫ്റൂഖ് പറഞ്ഞാ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫർക്കുള്ളത് അർത്ഥം. വേറിട്ട് ഇങ്ങനെ അവിടുത്തെ ഇല്ലത്തിന്റെ അക്ഷരയും ഇവിടുത്തെ ഇല്ലത്തിന്റെ അക്ഷരത്തിന്റെയും ഇടയിൽ ഒരു സ്വഹീഹായ ഒരാളിങ്ങനെ നിൽക്കുക, മനസ്സിലായില്ലേ? അപ്പുറത്തും സുഖല്ല അപ്പുറത്തും സുഖല്ല, 2 ഭാഗത്തും സുഖമില്ലാത്ത ആൾക്കാരാണ്. അതിനാണ് എന്താ പറയാ, അൽ ലഫീഫ് അൽ മഫ്റൂഖ് എന്ന് പറയാം. അവസാനാക്ഷരവും ആദ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ വന്നാൽ അതിന് പറയുന്ന പേരാണെന്ത്? അൽ ലഫീഫ് അൽ മഫ്റൂഖ്. എന്താണ് അൽ ലഫീഫ് എന്ന് പറഞ്ഞു നോക്കിയേ. അൽ ലഫീഫ് അൽ മഫ്റൂഖ്. എന്താണ് അൽ ലഫീഫ് മഫ്റൂഖ് പറഞ്ഞാല്? ആദ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരം, ആദ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരം. ശരിക്കുള്ള മനസ്സിൽ ഇങ്ങനെ തറച്ചാണ് നിർത്തിയാല് പാറയിൽ കൊത്തിവെച്ചത് പോലെ തന്നെ അവർ ശരിക്കും നിർത്തിയാൽ അവിടെ നിൽക്കും. നല്ലൊരു സമയം കൂടിയാണ് ഈ സമയം, മാഷാ അല്ലാഹ്. അപ്പൊ ശരിക്ക് അവിടെ നിൽക്കും, വേറെ ഒന്നുമില്ല, ഒരു ഫ്രീ മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഒന്നെന്താണ് ആദ്യാക്ഷരം ഇല്ലത്തിനുള്ളത്, അതിന് മിസാൽ എന്ന് പറയും. മധ്യാക്ഷരം ഇല്ലത്തിനുള്ളത് അതിന് അജോഫ് എന്ന് പറയും. അവസാനാക്ഷരം ഇല്ലത്തിനുള്ളത് അതിന് നമ്മള് നാഖിസ് എന്ന് പറയും. ആദ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിനുള്ളത് അതിനെന്ത് പറയും? അൽ ലഫീഫ് അൽ മഫ്റൂഖ്. ഇനി നോക്കുക, അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു, അതിന്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു. ഇനി അവസാനത്തെ വിഭാഗമാണെന്ത്? അൽ ലഫീഫ് അൽ മഖ്റൂൻ. എന്താണ് അൽ ലഫീഫ് അൽ മഖ്റൂൻ? മഖ്റൂൻ എന്താണ്? കരീന എന്നതാണ്, അടുത്ത് നിൽക്കുന്നതാണ്. മഖ്റൂൻ എന്ന് പറഞ്ഞാ കരീന. കരീന പറഞ്ഞാ കരീം എന്ന് പറഞ്ഞാ അടുത്തുള്ളത് എന്നർത്ഥം. കരീം എന്ന് പറഞ്ഞാൽ കരീം എന്നർത്ഥം. കരീം കരീം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത്, കൂടെയുള്ളത്, അതിനൊക്കെയാണ് കരീം എന്ന് പറയാം. ഓരോ ആൾക്ക് ഓരോ കരിയുണ്ടെന്ന് പറയാറുണ്ട്. അതും ഒക്കെ ഈ അർത്ഥം കൊണ്ട് തന്നെ ശരി. എന്താണ് ഒട്ടി നിൽക്കുന്നത്, കൂടെയുള്ളത് എന്നൊക്കെ അർത്ഥം. കൂടെ നിൽക്കുന്നത്, അടുത്ത് നിൽക്കുന്നത്, അതാണ് കരീം. കരീം. അപ്പൊ മഖ്റൂൻ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത് എന്ന അർത്ഥമാണ്. അപ്പൊ എന്തായിരുന്നാലും അൽ ലഫീഫ് അൽ മഖ്റൂൻ എന്ന് പറഞ്ഞാൽ 2 ഇല്ലത്തിന്റെ അക്ഷരം അടുത്ത് വരിക. 2 ഇല്ലത്തിന്റെ അക്ഷരം അടുത്ത് വരിക. എന്നാൽ ആദ്യത്തിലും നടുവിലും ഇല്ലത്തിന് അക്ഷരം ഉള്ളതുണ്ടോ? ഇല്ല. അവസാനത്തെ 2 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. അവസാനത്തെ 2 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. മധ്യത്തിലും അവസാനത്തിലും. ആദ്യത്തിൽ 2 അക്ഷരങ്ങൾ വരുന്ന ഇല്ലത്തിന് അക്ഷരങ്ങൾ വരുന്ന പേരുകൾ ഇല്ല. ഇല്ല. അപ്പൊ നോക്കിക്കോളൂ, എന്താണ് ഉദാഹരണങ്ങൾ നോക്കിക്കോളൂ. ത്വവാ അൽ കാതിബു അർ റിസാലത. ത്വവാ. ത്വവാ എന്ന് പറഞ്ഞാൽ എന്താ? ത്വവാ. ത്വവാ എന്ന് പറഞ്ഞാൽ ചുരുട്ടി എന്നർത്ഥം. ത്വവാ. ത്വവാ.
അൽ ലഫീഫ് അൽ മഖ്റൂൻ എന്താണ്? തവ തവ എന്ന് പറഞ്ഞാൽ ചുരുട്ടി. തവ അൽ കാത്തിബു അർ റിസാലത എഴുതിയ ആള്, എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുതുന്നവൻ തന്റെ എഴുത്ത് അല്ലെങ്കിൽ കത്ത് എന്ത് ചെയ്തു? ചുരുട്ടിനാണ്. കത്ത് എഴുതിയ ആള് കത്തിനെ ചുരുട്ടി നടത്താം. അത്ര പേര് വരുന്നുള്ളൂ. കത്ത് എഴുതിയ ആള് ആ എഴുതി വേണ്ടെന്ന് പറഞ്ഞാൽ ചുരുട്ടി. ആരപ്പ കത്ത് എഴുതില്ല ഇപ്പൊ അല്ലെ? അതൊക്കെ മറന്നുപോയി. ഇനി ഒരു തലമുറക്ക് കത്ത് എന്ന് പറഞ്ഞാൽ കത്തോ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട് അല്ലേ? പണ്ടൊക്കെ എത്ര ആളുകൾ ഇതിലൊക്കെ നാട്ടിലേക്ക് കത്ത് എഴുതി വിവരം കിട്ടാൻ കാത്തുന്ന ആൾക്കാർക്ക് അതില്ലേ അല്ലേ? കൈ മാഷാ കൈറാണോ അതൊക്കെ? ആ സ്നേഹ എന്താണ് ഓർമ്മിക്കാൻ വേണ്ടിട്ട് എഴുതിയാണ്. ഓക്കെ, അതായിക്കോളൂ. അപ്പൊ തവ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുട്ടി എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മധ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരങ്ങളായതാണ്. മധ്യാക്ഷരവും അവിടെ അടുത്തു വന്നു എന്നാണ്. അതുകൊണ്ടാണ് മക്റൂ എന്ന് പറയാൻ കാരണം. തവ എന്ന് പറയുമ്പോൾ അർത്ഥം ചുരുട്ടി എന്നാണ്. മധ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരങ്ങളായി. മധ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരമായാൽ അതിന് പറയുന്ന പേരാണെന്ത്? അൽ ലഫീഫ് അൽ മഖ്റൂൻ. എന്താണ്? അൽ ലഫീഫ് അൽ മഖ്റൂൻ. എന്താണ് നിയമം? എന്താണ് തഅരീഫ്? എന്താണ്? മാ കാന വസതുഹു വആഖിറുഹു ഹർഫൈ ഇല്ലാന. മാ കാന വസതുഹു വആഖിറുഹു ഹർഫൈ ഇല്ലാന. ഇതിനെന്ത് പറയുന്ന പേരെന്താ? മാ കാന അവ്വലുഹു വആഖിറുഹു ഹർഫൈ ഇല്ലാന. ഇതിന് പറയുന്ന പേരെന്താ? മാ കാന ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ എന്നാണ്. മാ കാന ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ. ഇതിന് പറയുന്ന പേരെന്താണ്? മാ കാന അവ്വലുഹു എല്ലാവരും പറയണം. ഇങ്ങോട്ട് നോക്കുമ്പോ മാ കാന അവ്വലുഹു ലാമിന് റഫ്ഇ അവ്വലുഹു വആഖിറുഹു ഹർഫൈ ഇല്ല. ഹർഫൈ ഇല്ല. ഹർഫൈ ഇല്ല. ഇതിനെന്താ പറയാ? എന്താണ്? എന്താണ് അതിന്റെ പേര്? അപ്പൊ ശരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇത് അഞ്ചുപ്പ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ അഞ്ചുപ്പ നിങ്ങൾ പഠിക്കാൻ പറ്റും. ഇവിടെ ഒരു എന്താ പറയാ 2-3 മിനിറ്റ് മാത്രമേ അതിന് വേണ്ടി അത്രയും വേണ്ടി വരില്ല. ആ ഓർഡർ മനസ്സിലാക്കുക, അതിന്റെ പേര് പഠിക്കുക. അതായത് ഇതിൽ തുണി കഴിഞ്ഞിട്ട് പറയാം പഠിക്കാം. അപ്പൊ നമുക്ക് പഠിക്കാം. തവ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചുരുട്ടി. മധ്യാക്ഷരവും എല്ലാരും പറയണം. മധ്യാക്ഷരവും അവസാനത്തെ അക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽ ഒന്നായി. ഏതാണ് ഇല്ലത്തിന്റെ അക്ഷരങ്ങള്? അലിഫ്, യാ, വാവ്, ഐവ അല്ലെ? ഇവയിലൊന്നായി. അതുകൊണ്ട് നമുക്ക് അറിയുന്ന പേരാണ് എന്താണ്? അൽ ലഫീഫ് അൽ മഖ്റൂൻ. ഇനി അടുത്ത് നോക്കൂ. അവ അദ്ദിബു. അവ 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 എന്ന് പറഞ്ഞാൽ ഓരിയിട്ടു. ഓരിടുക അറിയില്ലേ? ഓരിട്ടല്ല. കുറുക്കനും ചെന്നായൊക്കെ ഓരിടുക അറിയാം അല്ലേ? നമ്മളുണ്ടാക്കല്ലേ? നമ്മളുണ്ടാക്കണ്ടല്ലോ, അറിയാലോ. അതിനാണ് എന്താ പറയാ? ആവ എന്ന് പറയാം. ആവ. അയിന് വാവ് അലിഫ്. ആവ അയിന് വാവ് അലിഫ്. യാ അലിഫ് എന്ന് അതിന് പറയില്ല കേട്ടോ. പുള്ളിടാൻ പാടില്ല. ഇതിന് പുള്ളിടാൻ പാടില്ല കേട്ടോ. ഈ അക്ഷരത്തിന് പുള്ളിടാൻ പാടില്ല. അതുകൊണ്ടാണ് അലിഫ് എന്ന് പറയാൻ കാരണം. അലിഫ് വാവ് യാ എന്നാ പറയാ. അല്ല, അലിഫ് വാവ് അലിഫ് അയിന് വാവ് അലിഫ് വാവ് അലിഫ് അയിന് വാവ് അലിഫ് എന്നാ പറയാ. അതുകൊണ്ട് യാ അലിഫ് എന്നാ പറയാ. എന്താ പറയാ? യാ അലിഫ്. അപ്പൊ യാ അലിഫ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ വേഗം മനസ്സിലാക്കണം. യാ അലിഫായിട്ട് പറഞ്ഞാ വേഗം മനസ്സിലാക്കണത് പുള്ളിണ്ടാൻ പാടില്ല. പുള്ളിക്ക് എന്താ പറയാ അറബിയില്? അല്ല, കുത്ത്. എന്താ? കുത്ത് നൊക്തത്ത്. എന്താ പറയാ? നൊക്തത്ത് എന്ന് പറയാ. നൊക്തത്ത്. നമ്മള് റഡാറൊക്കെ അടിച്ചു കഴിഞ്ഞാല് അതില് നമ്മൾ എന്ത് പറയാറുണ്ട്? പോയിന്റ് എന്ന് പറയാറുണ്ട്. അതിന് അറബിയില് ഈ പദം പ്രയോഗിക്കുക. നൊക്ത. നൊക്തത്ത്. എന്താ നൊക്തത്ത് എന്ന് പറഞ്ഞാല്? മുഖാലഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻ എന്നർത്ഥം. മുഖാലഫ എന്ന് പറഞ്ഞാല് ഫൈൻ. മുഖാലഫ നൊക്തത്ത് എന്ന് പറഞ്ഞാൽ പോയിന്റ്. എല്ലാ മുഖാലഫും നൊക്തൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാ നൊക്തുള്ളതും എന്തായിരിക്കും? മുഖാലഫ. അത് ഇതിന്റെ നിയമാവശങ്ങളാണ്. കേട്ടെ, പോലീസിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പൊ തൊവ എന്ന് പറഞ്ഞാൽ ചുരുട്ടി, അവ എന്ന് പറഞ്ഞാൽ ഓരിയിട്ടു. അവ പറഞ്ഞ ചെന്നായ, അവ ചെന്നായ ഓരിയിട്ടു. ചെന്നായ ഓരിട്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഇവിടെ ഓരിട്ടു എന്ന പദം എന്താണ് പ്രശ്നം? മധ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരം. അതിനെ നമുക്ക് എന്ത് പേര് പറയാം? അൽ-ലഫീഫ് അൽ-മഖ്റൂൻ. അൽ-ലഫീഫ് അൽ-മഖ്റൂൻ. മഖ്റൂണിനൊക്കെ പറയാം അല്ലേ? അത് എന്തെന്ന് ഒന്നാണ് കേട്ടോ. മഖ്റൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് നിൽക്കുന്നത്. അൽ-ലഫീഫ് അൽ-മഖ്റൂൻ. മധ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരമായാൽ മാകാന അവ്വലുഹു മാകാന വസതുഹു വആഖിറുഹു ഹർഫൈ ഇല്ല. ഇനി അടുത്ത് നോക്കിയേ, അടുത്തെന്താണ്? ലവ. ലവ ലവ അൽ ഹദ്ദാദു അൽ ഹദീദ. ലവ എന്ന് പറഞ്ഞാൽ വളച്ചു എന്നർത്ഥം. കൊല്ലൻ ഇരുമ്പിനെ വളച്ചു എന്നർത്ഥം. ലവ എന്ന് പറഞ്ഞാൽ വളച്ചു. ലവ ലവ എന്ന് പറഞ്ഞാൽ വളച്ചു. നേർക്ക് നേരെ നിൽക്കുന്ന ഇരുമ്പിനെ ചൂടാക്കി പഴുപ്പിച്ചിട്ട് വളക്കുന്നതിനാണെന്ന് പറയാ ലവ എന്ന് പറയാം. ലവ എന്ന് പറഞ്ഞാൽ വളച്ചു. ലവ അൽ ഹദ്ദാദ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലൻ. കൊല്ലൻ കൊല്ലം അല്ല, കൊല്ലൻ. കൊല്ലം വരണം. കൊല്ലനാണ്. കൊല്ലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പ് പണിക്കാരൻ അല്ലെ? അറിയാലോ. ലവൽ ഹദ്ദാദു അൽ ഹദീദ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഹദീദിൽ നിന്ന് വന്നതാണ്. ഹദ്ദാദ് ഇരുമ്പൻ എന്നർത്ഥം. ഇരുമ്പൻ, ഇരുമ്പ് പണിക്കാരൻ. അൽ ഹദ്ദാദ്. അതും തന്നെ പറയല്. അത് ചെയ്ത് കൊല്ലം തന്നെയുള്ള പരിപാടി. അത് അതൊക്കെ തന്നെയാണ്. ഏതായിരുന്നാലും അയാള് പിന്നെ ചൂടാക്കിയിട്ട് ഉരുക്കി പോണ സ്ഥലത്തേക്ക് പോകാനുള്ളതൊക്കെ ചെയ്താലും അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇരുമ്പ് വരെ ഉരുക്കും അല്ലെ? കല്ല് വരെ ഉരുക്കുന്നതല്ലേ നരകം നടക്കുന്നത്? നരകം അല്ലെ? വഖൂദു ഹന്നാസു വൽ ഹിജാറ എന്നല്ലേ? നരകത്തിലെ ഇന്ധനം എന്താ? വഖൂദ് എന്താ? ഇന്ധനം. വഖൂദു ഹന്നാസു വൽ ഹിജാറ. ജനങ്ങളും കല്ലുമാണ് അതിന്റെ ഇന്ധനമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ലവ എന്ന് പറഞ്ഞാൽ വളച്ചു എന്നാണ്. ലവൽ ഹദ്ദാദു അൽ ഹദീദ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? മധ്യാക്ഷരവും അവസാനാക്ഷരവും. മധ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരമായി. ഇവിടെ മധ്യാക്ഷരവും ഇല്ല അവസാനാക്ഷരം. മധ്യാക്ഷരവും അവസാനാക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരമായാൽ അതിന് പറയുന്ന പേരാണെന്ത്? അൽ-ലഫീഫ് അൽ-മഖ്റൂൻ. എന്താണ്? അൽ-ലഫീഫ്. പറഞ്ഞോളി. എന്താണ്? അൽ-ലഫീഫ് അൽ-മഖ്റൂൻ. അങ്ങനെ പറയണം. അൽ-ലഫീഫ് അൽ-മഖ്റൂൻ എന്നാണ്. ലഫീഫ് അൽ-മഖ്റൂൻ അല്ല, അൽ-ലഫീഫ് അൽ-മഖ്റൂൻ. അൽ-ലഫീഫ് അൽ-മഖ്റൂൻ അങ്ങനെ തന്നെ പറയണം. എന്താണ്? അൽ-ലഫീഫ് അൽ-മഖ്റൂൻ. എന്താണ് അൽ-ലഫീഫ് അൽ-മഖ്റൂൻ എന്ന് പറഞ്ഞാല്? മകാന പറഞ്ഞോളി. മകാന വസതുഹു വആഖിറുഹു ഹർഫൈ ഇല്ല. മകാന വസതുഹു വആഖിറുഹു ഹർഫൈ ഇല്ല. ഇനി നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞു കൂടെ എന്താണ്? പറഞ്ഞോളി. ഞാൻ ചോദിക്കാം. ഞാൻ ആദ്യം നമ്മൾ ഓർഡറിലെന്ന് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ഇടവിട്ട് എവിടെ നിന്ന് ചോദിക്കാനും നമുക്ക് പറയാൻ കഴിയാൻ പെട്ടെന്ന് ഇപ്പോൾ പഠിക്കാം. തയ്യാറല്ലേ? റെഡി അല്ലേ? നമ്മൊന്ന് ശരിക്കൊന്ന് അതിലൊന്ന് ഒരുങ്ങി ഇരുന്നോക്കി ഒന്ന് ഇരുത്തണ്ടല്ലോ അല്ലേ? അപ്പൊ എന്താണ് ഒന്നാമത്തെ പറയാൻ നമുക്ക് ഓർഡറില്? ഒന്നാമത്തത് ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് നോക്കിയേ. ആദ്യത്തിൽ ഇല്ലത്തിനുള്ളത്, മധ്യത്തിലുള്ളത്, അവസാനത്തിലുള്ളത്. ആദ്യത്തിലും അവസാനത്തിലും ഉള്ളത്, മധ്യത്തിലും അവസാനത്തിലുള്ളത്. അത് നല്ല ഓർഡറാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് മനസ്സിലാക്കിച്ചാ മതി. നടത്തിയ കാര്യങ്ങള് ഒന്ന് കാരണം എന്താ? തീർച്ചയായിട്ടും എന്താ ഇതൊക്കെ പറഞ്ഞത് കണ്ടാ? കണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മറ്റെന്തെങ്കിലും ഒരു അടയാളമാണ് ഉണ്ടാക്കിച്ചാൽ മതി. ഇതാണ് ഇത്രയുമാണെന്ത് മുഅത്തൽ എന്ന് പറയുന്നത്. അൽ മുഅത്തൽ എന്ന് പറഞ്ഞാൽ അൽ ഫിഅൽ അൽ മുഅത്തൽ എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്.
ആദ്യത്തിൽ ഇല്ലത്തുള്ളത്, മധ്യത്തിലുള്ളത്, അവസാനത്തിലുള്ളത്. ആദ്യത്തിലും അവസാനത്തിലും ഉള്ളത്, മധ്യത്തിലും അവസാനത്തിലുള്ളത്. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഈ 1, 2, 3, 4, 5 എന്ന് എഴുതി കൊടുത്തൊക്കെ മിസാല്, അജ്വഫ്, നാഖിസ്, ലഫി, അൽ ലഫീഫുൽ മഫ്റൂഖ്, അൽ ലഫീഫുൽ മഖ്റൂന് ഈ 5 പേരും പഠിച്ച ക്ലിയർ. എന്നിട്ട് അതിന്റെ ആ ഓർഡർ ഉണ്ടല്ലോ, എന്ത് മാക്കാന എന്ന് പറഞ്ഞാൽ ആ പദം ഉണ്ടല്ലോ, അതിന്റെ 1 പഠിച്ചാൽ മതി, 5 ഉണ്ട് ഒരേ മോഡൽ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. മനസ്സിൽ അങ്ങനെ എടുത്തു വെക്കാലോ, മനസ്സിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. മാക്കാന അവ്വലുഹു, മാക്കാന വസത്തുഹു, മാക്കാന ആഖിറുഹു ആണെങ്കിൽ ഒരേപോലെ വരുന്നു, ഒരേ സൗണ്ട്. മാക്കാന അവ്വലുഹു ഹർഫയില്ല, മാക്കാന വസത്തുഹു ഹർഫയില്ല, മാക്കാന ആഖിറുഹു ഹർഫയില്ല. പിന്നീട് എന്ന് പറയുന്നത് മാക്കാന അവ്വലുഹു വാഖിറുഹു ഹർഫയില്ല, മാക്കാന വസത്തുഹു വാഖിറുഹു ഹർഫയില്ല. കണ്ടോ? ഒന്ന് പറഞ്ഞോക്കി, ഒന്ന് ഇങ്ങോട്ട് നോക്കി പറഞ്ഞോക്കി. അൽ മിസാൽ, അതാ മാക്കാന അവ്വലുഹു എന്ന് പറഞ്ഞു പഠിച്ചാണ് മിസാൽ എന്താണെന്നല്ലേ അറിയാതെ പോയത്. മിസാലാണെന്ത്? കേട്ടോ, മിസാലാണെന്ത്? അൽ മിസാലു അങ്ങനെ തന്നെ പറഞ്ഞു. അൽ മിസാലു മാക്കാന പറഞ്ഞോളെ, ഇങ്ങോട്ട് നോക്കി പറഞ്ഞു. മാക്കാന അവ്വലുഹു. അടുത്തത് അൽ അജ്വഫു. എന്താണ്? ഒരു മിനിറ്റ് ആദ്യം നിങ്ങൾ ആ പേരെന്ന് പറഞ്ഞൊരു ക്രമപ്രകാരം. അൽ മിസാലു ഒരേ സൗണ്ടിൽ വരട്ടെ. അൽ മിസാലു, അൽ അജ്വഫു, അൽ നാഖിസു, അൽ ലഫീഫ്, അൽ മഫ്റൂഖ്, അൽ ലഫീഫുൽ മഫ്റൂഖ്, അൽ ലഫീഫുൽ മഖ്റൂൻ. ക്ലിയർ അല്ലേ? ഞാൻ 5 ഒന്ന് ശരിക്കും നമ്മളെ മനസ്സിരുത്തിന്ന് സൗണ്ടില്ലാന്ന് പറഞ്ഞു നോക്കി. അല്ലല്ല, സൗണ്ടില്ലാതെ മനസ്സിരുത്തി മനസ്സിൽ വെച്ചിട്ടൊന്ന് പറയാം ഓർഡറിൽ. റെഡിയല്ലേ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കി.